ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ കുടുംബശ്രീ ഹോട്ടലിലേക്ക് അപ്രതീക്ഷിതമായി എത്തിയ ആ രണ്ട് അതിഥികളെ കണ്ട് വളരെ സന്തോഷത്തോടെ ശാലിനി സംസാരിക്കുന്നു. അപ്പോഴാണ് സൈജു കുറുപ്പും കലാരഞ്ജിനിയും പുതിയതായി അഭിനയിച്ച ഭരതനാട്യം എന്ന ആ സിനിമയുടെ ട്രെയിലർ ശാലിനിയെ കാണിച്ചു കൊടുത്തത്. ശാലിനി അത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെയുള്ളവരെല്ലാവരും ആ ട്രെയിലർ കാണാനിടയാകുന്നു. അത് കണ്ടതിന് ശേഷം എല്ലാവരോടുമായി സൈജു കുറുപ്പ് പറഞ്ഞു, എല്ലാവരും തീർച്ചയായിട്ടും ഈ സിനിമ തിയേറ്ററിൽ പോയി കാണണമെന്ന്. അത് കേട്ട ആ നിമിഷം തന്നെ ശാലിനിയുടെ മകളായ സത്യ ചോദിച്ചു, അമ്മേ എനിക്ക് എന്തായാലും ഈ സിനിമ പോയി കാണണം. അമ്മേ നമ്മളെ പോവില്ലേ, എന്നെ കൊണ്ട് കാണിക്കില്ലേ? അത് ചോദിച്ച ഉടനെ ശാലിനി പറഞ്ഞു, എന്ത് ചോദ്യാ, നമ്മൾ തീർച്ചയായിട്ടും പോകും. അങ്ങനെ പറഞ്ഞുകൊണ്ട് ശാലിനി സത്യമോളെ ചേർത്ത് പിടിക്കുമ്പോൾ സൈജുവിനും വലിയ സന്തോഷമാകുന്നു. കലാരഞ്ജനിയും സൈജുവും എല്ലാവരോടും അതിന് നന്ദി പറഞ്ഞ് സന്തോഷപൂർവ്വം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശാലിനി എല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ പോയി തന്നെ കാണുമെന്ന് വാക്ക് നൽകുന്നത്. അങ്ങനെ ശാലിനിയെ പറഞ്ഞത് കേട്ട് അങ്ങനെ സന്തോഷപൂർവ്വം ആ ഹോട്ടലിൽ വന്നവരെല്ലാവരും സൈജു കുറുപ്പിന്റെയും കലാരഞ്ജന്റെയും അരികിലേക്ക് ചെന്ന് ഒന്നിച്ചെന്ന് സെൽഫി എടുക്കുന്നു. അപ്പോഴാണ് സത്യമോള് പറയുന്നത്, ഞങ്ങൾ എന്തായാലും തിയേറ്ററിൽ പോയി കാണും, നിങ്ങളും കാണണേ എന്ന സത്യമോളുടെ വാക്ക് കേട്ട് സന്തോഷത്തോടെ അങ്ങനെ എല്ലാവരും പുഞ്ചിരിച്ചു നിൽക്കുമ്പോ അവിടേക്ക് എത്തിയ ശാന്തേച്ചി ചോദിച്ചു, എന്നാ എല്ലാവർക്കും ഭക്ഷണം കഴിച്ചാലോ? അത് കേട്ട സൈജു, ശരി ശരി നമുക്ക് കഴിക്കാം എന്ന് സമ്മതിക്കുന്നു. അങ്ങനെ എല്ലാവരും കൂടി ഒത്തൊരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. അതിനുശേഷമാണ് വിഷ്ണുലോകത്തിന്റെ 7ാം വാർഷികം ആഘോഷിക്കുന്നതിന്റെ സന്തോഷത്തിലാണ് വിഷ്ണു. മതിമറന്ന് സന്തോഷത്തോടെ അവിടേക്ക് വരുന്ന ഓരോരുത്തരെയും സ്വീകരിക്കുവാനായി കമലനോടൊപ്പം വിഷ്ണു ആ ഗേറ്റിൽ തന്നെ നിൽക്കുകയാണ്. അങ്ങനെ ആ ഫ്രണ്ടിൽ തന്നെ അവർ വരുന്നവരെ എല്ലാവരെയും സ്വീകരിച്ച് അകത്തേക്ക് ആനയിച്ചിരുത്തുന്നതോടൊപ്പം വിഷ്ണു തന്റെ ശാലിനിയെ വളരെ പ്രതീക്ഷയോടെ നോക്കുന്നു. അപ്പോഴാണ് കമലിന് അരികിലേക്ക് വന്ന് വിഷ്ണുവിനോട് ചോദിച്ചത്, അല്ല ആശാനെ, നമ്മൾ എന്തിനാ ഇവിടെ തന്നെ ഇങ്ങനെ നിൽക്കുന്നത്, നമുക്ക് അങ്ങ് അകത്തേക്ക് പോയാലോ എന്ന് ചോദിച്ചതും, എല്ലാരും വന്നില്ലേ ആശാനെ, ഇനിയിപ്പോ എന്തിനാ നമ്മൾ ഇവിടെ നിൽക്കുന്നത് അങ്ങനെ ചോദിച്ചതും വിഷ്ണു പറഞ്ഞു, എല്ലാരും വന്നെന്ന് വെച്ച് എടാ പ്രധാനപ്പെട്ട ആള് വന്നില്ലല്ലോടാ എന്ന് വിഷ്ണു ഒരു കള്ളച്ചിരിയോടെ ചോദിക്കുമ്പോ, ഓ ഏട്ടത്തിയമ്മ എന്ന് കമലൻ പറഞ്ഞത് കേട്ട് വിഷ്ണു വേഗം തന്നെ കമലന്റെ ആ ഇടത് കൈ പിടിച്ച് തിരിച്ചു വിടുന്നു. ഇത് കണ്ട ഉടനെ കമലൻ പറഞ്ഞു, ആശാനെ എന്റെ കൈ നന്നായിട്ട് വേദനിച്ചു കേട്ടോ എന്ന് കമലൻ പരിഭവം പറഞ്ഞതും വിഷ്ണു പറഞ്ഞു, പോട്ടറാ, നിന്നെ ഞാൻ എന്റെ കൂടെ തന്നെ നിർത്തുന്നത് എല്ലാ കാര്യങ്ങളും അറിയാവുന്നത് കൊണ്ടല്ലേടാ എന്ന് ചോദിച്ചതും ഉടനെ കമലൻ പറഞ്ഞു, എന്റെ ആശാനെ, ആശാൻ ഇവിടെ കാത്തു നിൽക്കുന്നത് ഏട്ടത്തിയമ്മ വരുന്നതിന് വേണ്ടിയാണെന്ന് എനിക്കറിയാം. പക്ഷെ ആശാനെ, നമ്മളിവിടെ വാതിക്കൽ ഇങ്ങനെ കാത്തു നിൽക്കുന്നത് കൊണ്ട് എന്താ പ്രയോജനമുള്ളത്? ആശാനെ, ഇവിടേക്ക് വരാൻ പോകുന്നത് ആരാ? നമ്മുടെ ഏട്ടത്തിയമ്മയല്ലേ, അതായത് എന്റെ ഏട്ടത്തിയമ്മ. അപ്പൊ പിന്നെ ഈ സസ്പെൻസ് ഒക്കെ ഇവിടെ വന്നതിന് ശേഷം എല്ലാം പൊളിയില്ലേ ആശാനെ? പിന്നെ എന്തിനാ ആശാൻ ഇങ്ങനെ ഇത്ര ഗെറ്റപ്പിൽ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്ന് ചോദിച്ചതും വിഷ്ണു പറഞ്ഞു, അതെ, നമുക്ക് ഒരു സൂത്രം കാണാൻ വേണ്ടിയാണ് ഇവിടെ വന്ന് നമ്മുടെ ശാലിനി ഇവിടെ വന്ന് ഇറങ്ങുന്ന നിമിഷം ശാലിനിയെ കുറിച്ച് പലരും പല രീതിയിലും തെറ്റിദ്ധാരണകളൊക്കെ മനസ്സിൽ കൊണ്ടു നടക്കുകയും പ്രത്യേകിച്ച് എന്റെ അമ്മ സത്യാമ്മയ്ക്ക് ശാലിനിയോടുള്ള വിരോധവും വെറുപ്പുമൊക്കെ ആ വിദ്വേഷവും പകയും എല്ലാം പപ്പടം പൊടിയുന്നത് പോലെ പൊടിഞ്ഞു പോകുന്നത് നേരിട്ട് കാണണടാ, അതിനുവേണ്ടിയാടാ എന്ന് പറഞ്ഞ് വിഷ്ണു സന്തോഷത്തോടെ കമലിനോട് സംസാരിച്ചങ്ങനെ നിൽക്കുമ്പോൾ ശാലിനി ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി താൻ എങ്ങനെ അവിടെ ചെന്നെത്തും, എങ്ങനെയാണ് എല്ലാവരെയും അഭിമുഖീകരിക്കുക എന്നൊക്കെ ഓർത്ത് അങ്ങനെ വളരെ ടെൻഷനോടെ കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശ്യാമ അവിടേക്ക് തന്റെ കുഞ്ഞേച്ചി വന്നാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് ഓർത്ത് യാതൊരു സമാധാനവുമില്ലാതെ ആ ഹോട്ടലിന്റെ പരിസരത്തൂടി അങ്ങനെ നടക്കുന്നു. അപ്പോഴാണ് അപ്പുറത്ത് മാറി നിന്നുകൊണ്ട് കമലനും വിഷ്ണുവും വളരെ സന്തോഷത്തോടെ പലതും പറഞ്ഞ് അവർ കളിച്ചിരിയുമായി അങ്ങനെ നിൽക്കുന്നത് കണ്ടതോടെ ശ്യാമ ആകെ ടെൻഷനോടെ അവരുടെ ആ സന്തോഷ പ്രകടനം നോക്കി കാണുന്നു. വിഷ്ണുവേട്ടൻ വലിയ സന്തോഷത്തിലാണല്ലോ, കുഞ്ഞേച്ചി ഇവിടേക്ക് വന്നാൽ എന്നെല്ലാം ആലോചിച്ച് ശ്യാമ ആകെ വിഷമിച്ചങ്ങനെ നോക്കി നിന്നു. വിഷ്ണുവിന്റെ സന്തോഷം കണ്ടതോടെ ശ്യാമയുടെ മനസ്സിന് വല്ലാത്ത ടെൻഷനായി. ഇനിയും വിഷ്ണുവേട്ടനെങ്ങാനും കുഞ്ഞേച്ചിയെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാകുവോ, എന്തായിരിക്കും എന്നൊക്കെ ഓർത്ത് ശ്യാമ ടെൻഷൻ അടിച്ചങ്ങനെ നിൽക്കുമ്പോ അവിടേക്ക് ശ്യാമയെ അന്വേഷിച്ച് രോഹിത് എത്തി. രോഹിത് അരികിലേക്ക് വന്നതും ശ്യാമയോട് ചോദിച്ചു, താനെന്താടോ ഇവിടെ നിൽക്കുന്നത്? എടോ, ഇവിടെ എല്ലാവരും എത്തിയിട്ടുണ്ട്, താനിങ്ങി വന്നേ, അവിടെ 100 കൂട്ടം ജോലി ബാക്കി കിടക്കുന്നത്, താൻ വന്നേ എന്ന് വെച്ച് പറഞ്ഞതും ശ്യാമ ചോദിച്ചു, അല്ല രോഹിത്തെ, നമ്മള് കാര്യങ്ങളൊക്കെ ഇവന്റ് മാനേജ്മെന്റുകാരെയല്ലേ ഏൽപ്പിച്ചിരിക്കുന്നത്, അവര് ചെയ്തോളൂല്ലേ എന്ന് ചോദിച്ചതും
ശ്യാമയുടെ രോഹിത് പറഞ്ഞു, കൊള്ളാം എടോ, അവര് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോ അതിൽ തരക്കേടില്ല എന്ന് വരുത്താൻ മാത്രമേ അവർ ശ്രദ്ധിക്കാറുള്ളൂ. അല്ലാതെ ഒരിക്കലും അവർ ഗംഭീരമെന്ന് പറയിക്കാൻ ഒരിക്കലും അവർ ശ്രമിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവന്റ് മാനേജിനെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ ഒരു മേൽനോട്ടം എല്ലാത്തിനും ഉണ്ടാകണം. അതാണ് അതിന്റെ കാര്യം. അങ്ങനെ പറഞ്ഞ് താനിങ്ങി വന്നേ, ഞാൻ കാണിച്ചു തരാമോ എന്ന് പറഞ്ഞ് രോഹിത് ശ്യാമയെ വിളിച്ചോണ്ട് പോകാൻ തുടങ്ങുമ്പോഴേക്കും അതുവഴി പൊന്നി ഒരു ട്രേ നിറച്ച് ജ്യൂസുമായി വരുന്നത് കണ്ടു. ഉടനെ രോഹിത് അവിടേക്ക് എത്തിയിട്ട് ചോദിച്ചു, ഇതെന്താ പൊന്നി എന്ന് ചോദിച്ചു. ഇത് ജ്യൂസാ രോഹിത് മോനെ എന്ന് പറഞ്ഞതും അതെനിക്ക് മനസ്സിലായി, ഇത് ഓരോന്നും ഏതൊക്കെയാന്നാ ചോദിച്ചത് എന്ന് പറഞ്ഞപ്പോ പൊന്നി പറഞ്ഞു, ഇത് ഓറഞ്ച്, ലൈം, പൈനാപ്പിൾ അങ്ങനെയെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞപ്പോ, ഓ അതെ, അപ്പുറത്ത് അവിടെ ഉണ്ടല്ലോ നമ്മുടെ സ്റ്റേജിനരികിലായിട്ട് ആ സെന്ററിലിരിക്കുന്ന ഒരു ഒരു ടേബിളിലെ ആ ഒരു കുടുംബം മുഴുവൻ ചോദിച്ചിരിക്കുന്നത് അത് ഓറഞ്ച് ജ്യൂസ് ആണ്. അതിനപ്പുറത്ത് ഒരു കുട്ടി ചോദിച്ചത് ഗ്രേപ്പ് ജ്യൂസ് ആണ്. അത് കഴിഞ്ഞാ പിന്നെ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ വേണ്ട, അതിങ്ങ് തന്നെ, ഞാൻ തന്നെ കൊടുത്തോളാം എന്ന് പറഞ്ഞ് രോഹിത് അത് കൊടുക്കാനായി ആ ട്രേ കയ്യിലേക്ക് വാങ്ങിച്ച് അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ ശ്യാമ അവിടെ നിൽക്കുന്നത് കണ്ട് രോഹിത് അരികിലേക്ക് ചെന്ന് പറഞ്ഞു, ദേ കണ്ടില്ലേ, ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഇത് ആർക്കൊക്കെ എപ്പോഴും എവിടെയൊക്കെ കൊടുക്കണം എന്ന കാര്യത്തിന് നമ്മൾ തന്നെ മുന്നിൽ ചെന്ന് നിൽക്കണം, മനസ്സിലായോ എന്ന് പറഞ്ഞ വിഷ്ണു ആ രോഹിത് ആ ട്രേയുമായി അവിടെ ഫംഗ്ഷനെ ക്ഷണിച്ചു വരുത്തിയ ആളുകളുടെ അരികിലേക്ക് പോകുന്നു. ഈ കാഴ്ച കണ്ടുകൊണ്ട് അവിടേക്ക് പിള്ളാച്ചനും എത്തി. പൊന്നിയുടെ അരികിലേക്ക് വന്ന് പിള്ളാച്ചൻ വന്ന് നിന്നതും പൊന്നി പറഞ്ഞു, അല്ല ഈ രോഹിത് കുഞ്ഞിനിത് എന്താ എന്ന് പറഞ്ഞ് എന്ത് പറ്റിയതാ എന്ന് ചോദിച്ചപ്പോ ഉടനെ പിള്ളാച്ചൻ പറഞ്ഞു, രോഹിത്തിനല്ല, വിഷ്ണു കുഞ്ഞിനാണ് എന്തോ സംഭവിച്ചിരിക്കുന്നത്. എന്റെ സംശയം വിഷ്ണുമോൻ ഇത് എന്ത് പറ്റിയെന്നാണ് എന്ന് ചോദിച്ചതും പൊന്നിയും ശ്യാമയും പിള്ളാച്ചനും കൂടി അപ്പുറത്ത് മാറുകയെന്ന് കമലിനോട് കളി തമാശകൾ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്ന വിഷ്ണുവിനെ നോക്കി. അപ്പോഴേക്കും ഉടനെ തന്നെ പിള്ളച്ചേട്ടൻ പൊന്നിയോട് പറഞ്ഞു, അതെ, ഇവിടെ ഈ വിഷ്ണു ലോകം എന്ന് പറയുന്ന ഈ ഹോട്ടലിൽ രോഹിത് കുഞ്ഞിന് ജോലി എന്ന് പറഞ്ഞാൽ അത്രത്തോളം കൃത്യതയുള്ള, ജോലിയോട് ഇത്രയും ആത്മാർത്ഥതയുള്ള വേറൊരാളില്ല. ജോലി എന്ന് പറഞ്ഞാൽ രോഹിത് മോൻ മരിക്കുന്നത് പോലെയാണ്, അത്രത്തോളം ഇഷ്ടമാണ് ആ ജോലിയിൽ ഒരു കുറവും വരുത്തരുത് എന്നതാണ് രോഹിത് കുഞ്ഞിന്റെ ശീലം. എന്നാൽ വിഷ്ണുമോനെ കുറിച്ച് അതല്ല. കാരണം സത്യാമ്മയ്ക്കും രാഘവൻ സാറിനും അവരുടെ ബിസിനസ് മെച്ചപ്പെടുത്തണമെന്നൊന്നും യാതൊരു ചിന്തയുമില്ല. എന്നാൽ വിഷ്ണു കുഞ്ഞ് 6 വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലൊരു ദിവസത്തെ നമ്മൾ കണ്ടതല്ലേ, അന്ന് ശാലിനി കുഞ്ഞാണ് ഈ വിഷ്ണു ലോകം ഹോട്ടലിന്റെ ലൈസൻസ് പോലും നേടിയെടുത്തുകൊണ്ട് വന്നത്. അന്ന് ആ ശാലിനി കുഞ്ഞ് വാങ്ങിച്ചത് കൊണ്ടാണ് പിന്നീട് ഈ 6 വർഷവും ഇവിടെ വാർഷികം നടന്നു. പക്ഷേ വിഷ്ണു കുഞ്ഞ് ഇതുപോലെ സന്തോഷത്തിലോ ഇത്രയേറെ താല്പര്യത്തോടെ ഇന്നേ വരെ ഇവിടെ ഒരു വാർഷികത്തിലും പങ്കെടുത്തത് ഞാൻ കണ്ടിട്ടില്ല. വിഷ്ണു കുഞ്ഞിനെ ഇത്രമേൽ ശാലിനിയുടെ പ്രയത്നം കൊണ്ട് മാത്രം നേടിയെടുത്ത ഈ വിഷ്ണു ലോകത്തേക്ക് പിന്നീട് വിഷ്ണു കുഞ്ഞ് തിരിഞ്ഞു നോക്കാനും തയ്യാറായിട്ടില്ല. അത് കേട്ട പൊന്നി ചോദിച്ചു, എന്റെ പിള്ളച്ചേട്ടാ ഇപ്പോഴെന്താ പ്രശ്നം എന്ന് ചോദിച്ചതും പിള്ളച്ചൻ പറഞ്ഞു, എന്റെ പൊന്നി, നീ തോക്കിൽ കയറി ഇങ്ങനെ വെടിവെക്കാൻ നിൽക്കാതെ ഞാൻ പറയുന്നത് കേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് പിള്ളേച്ചൻ പറഞ്ഞു, ഇന്നത്തെ വിഷ്ണു കുഞ്ഞിന്റെ ഈ വാർഷികാഘോഷം നടത്തുന്നതിന് വേണ്ടിയുള്ള ചൂരും ചുണയും ചുറുചുറുക്കും ഒക്കെ കാണുമ്പോ എനിക്ക് തോന്നുന്നത് വിഷ്ണു കുഞ്ഞിന് ഇന്നത്തെ ദിവസം ഇവിടെ ശാലിനി മോള് വരാൻ പോകുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കേട്ട ഉടനെ പൊന്നി അതിശയത്തോട് ചോദിച്ചു, സത്യമാണോ പിള്ളച്ചേട്ടാ? അപ്പോഴേക്കും അപ്പുറത്ത് മാറി നിന്ന ശ്യാമയും അത് കേട്ടു. ഉടനെ തന്നെ സംശയത്തോടെ പിള്ളച്ചേട്ടൻ പറഞ്ഞത് സത്യമാണല്ലോ എന്നോർത്ത് ശ്യാമ വിഷമിച്ചങ്ങനെ നിൽക്കുമ്പോ വിഷ്ണു ആ സന്തോഷത്തിൽ മതിമറന്നങ്ങനെ കമലിനോട് തമാശകൾ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്നത് കണ്ടതോടെ ശ്യാമ ആകെ നിരാശയിലായി. കുഞ്ഞേച്ചി എന്ന് മനസ്സിൽ വിളിച്ചുകൊണ്ട് ശ്യാമ എങ്ങനെ നിൽക്കുമ്പോ പൊന്നി ചോദിച്ചു, പിള്ളച്ചേട്ടൻ എന്താ ഈ പറയുന്നത് എന്ന് ചോദിച്ചതും പിള്ളച്ചൻ പറഞ്ഞു, അത് മാത്രമല്ല, ശാലിനി കുഞ്ഞും വിഷ്ണു കുഞ്ഞും കൂടി ചേർന്നുള്ള രണ്ടുപേരും കൂടി അറിഞ്ഞിട്ടുള്ള ഒരു ഇടപാടാണോ ഇതൊന്നു പോലും എനിക്ക് സംശയമുണ്ട് എന്ന പിള്ളച്ചേട്ടന്റെ സംസാരം കേട്ട് പൊന്നിയും ശാലിനി അവിടെ മാറി നിന്ന് സംസാരിക്കുന്ന വിഷ്ണുവിനെ നോക്കുന്നു. വിഷ്ണുവിന്റെയും കമലന്റെയും സന്തോഷം കണ്ട് അവർ ആകെ ടെൻഷനോടെ നോക്കുമ്പോ പൊന്നി പറഞ്ഞു, അയ്യോ പിള്ളച്ചേട്ടാ, അങ്ങനെയാണെങ്കിൽ ഇന്ന് ഇവിടെ നിൽക്കുന്ന അവരുടെ പരസ്പര ധാരണയിലുള്ള വരവാണ് ഇതെങ്കിൽ ഇന്നത്തോടെ പലതും സംഭവിക്കും. പാവം, അങ്ങനെ ഒരു തിരിച്ചുവരവ് ഉണ്ടായാൽ ആ രോഹിത് കുഞ്ഞും ആ കുഞ്ഞും അപ്പുറത്ത് മാറുന്ന ശ്യാമയെ നോക്കി പൊന്നി പറഞ്ഞു, ആ കുഞ്ഞും രോഹിത് കുഞ്ഞും കൂടി സന്തോഷത്തോടെ ഒരു കുഴപ്പവുമില്ലാതെ ഇപ്പൊ ജീവിച്ചു മുന്നോട്ട് പോവുകയാണ്. ഇനി അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അവരുടെ കൂടി ജീവിതം തകരുമല്ലോ പിള്ളച്ചേട്ടാ എന്ന് പൊന്നി ആകെ വിഷമത്തോടെ ശ്യാമയെയും രോഹിത്തിന്റെയും ജീവിതത്തെക്കുറിച്ച് സങ്കടത്തോടെ പറഞ്ഞു.
അപ്പോഴേക്കും പൊന്നി പറഞ്ഞ അതേ ആശങ്ക ശ്യാമയുടെ മനസ്സിനെയും അലട്ടി. ശ്യാമ പെട്ടെന്ന് ആലോചിച്ചു, എന്റെ കുഞ്ഞേച്ചി വന്നാൽ പിന്നെ എന്താ സംഭവിക്കുക എന്ന് ഓർത്ത് ആകെ വേദനയോടെ അങ്ങനെ നിൽക്കുമ്പോ വിഷ്ണു അവിടെ വന്ന ഓരോരുത്തരെയും സ്വീകരിച്ച് അകത്തേക്ക് കയറ്റി വിട്ടിട്ട് ഇത്രയും നേരമായിട്ടും ശാലിനിയെ കാണാത്തതിന്റെ നിരാശയിൽ വിഷ്ണു ആ വാതുക്കൽ തന്നെ നിന്നു. ഉടനെ കമലം പറഞ്ഞു, അല്ല ആശാനെ, നമ്മൾ എന്തിനാ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്? ഇവിടേക്ക് എഴുതിയമ്മ വരാൻ പോകുന്നത് പൈലറ്റിന്റെയും എസ്കോർട്ടിന്റെയും ഒക്കെ അകമ്പടിയോടെ ആയിരിക്കുമല്ലോ. അങ്ങനെയാണെങ്കിലേ അവര് നേരെ വിട്ടടിച്ചങ്ങ് പോവല്ലേ ഉള്ളൂ. ആശാനെ, നമ്മൾ ഈ വാതുക്കൽ നിന്ന് കഴിഞ്ഞാൽ അവരതൊന്നും ശ്രദ്ധിക്കില്ല. അവരെ സ്വീകരിക്കാൻ നിൽക്കുന്ന ആളുകളെ മാത്രമേ അവർ നോക്കുകയുള്ളൂ. നമ്മളിവിടെ നിൽക്കുന്നത് കണ്ടാലേ നമ്മൾ ഇവിടുത്തെ സെക്യൂരിറ്റി ആണെന്ന് വിചാരിക്കും എന്ന് കമലം പറഞ്ഞ് അപ്പുറത്തേക്ക് മാറുമ്പോഴാണ് വിഷ്ണു തന്നെ രൂക്ഷമായി നോക്കുന്നത് കമലം ശ്രദ്ധിച്ചത്. കമലം പറഞ്ഞു, ആശാനെ, ആശാനെ കണ്ടാൽ അങ്ങനെ പറയില്ല, ഞാൻ എന്റെ കാര്യമാണ് ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞ് കമലൻ തൽക്കാലം തടി തപ്പുന്നു. അപ്പോഴേക്കും കമലിനെ നോക്കി വിഷ്ണു നിന്നതും കമലം പറഞ്ഞു, ആശാനെ, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഹാളിലേക്ക് പോകാം. അപ്പോ അവിടേക്ക് ഏടത്തിയമ്മ വന്നിറങ്ങുമ്പോ ആശാൻ അവിടെ വന്ന് കൂടിയവരുടെ എല്ലാവരുടെയും മുന്നിൽ ആശാൻ മുന്നിലേക്ക് വരണം. അല്ലെങ്കിൽ നമ്മളെ ശ്രദ്ധിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കരിങ്കൊടി കാണിക്കേണ്ടി വരും. അത് കേട്ട വിഷ്ണു നോക്കുന്നത് കണ്ടതോടെ കമലം പെട്ടെന്ന് തന്റെ നാക്ക് പിഴച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് തന്റെ തലയ്ക്കിട്ടൊരു അടിയും കൊടുത്ത് പെട്ടെന്ന് ആ നാക്കുപിഴ സംഭവിച്ചതിന് തുപ്പിക്കളഞ്ഞിട്ട് പെട്ടെന്ന് കമലം പറഞ്ഞു, ആശാനെ, ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, നമ്മളെ ശ്രദ്ധിക്കണമെന്നുണ്ടെങ്കിലേ ആശാൻ ഹാളിലേക്ക് ചെല്ലണം. അവിടെ ഏടത്തിയമ്മ വന്ന് ഇറങ്ങി കഴിയുമ്പോ അവിടെ ക്ഷണിച്ചു വന്ന ആളുകളുടെയും സത്യാമ്മയുടെയും ഒക്കെ മുന്നിൽ വെച്ച് ആശാൻ തന്നെ ഒരു ഹാരമിട്ട് ഏടത്തിയമ്മയെ സ്വീകരിക്കണം. അതിന്റെ ഒരു പവറും പഞ്ചും ഒന്ന് വേറെ തന്നെയാ. ഒന്ന് ഓർത്തു നോക്കിക്കേ ആശാനെ, ഇത്രയും നാളും നമ്മൾ മറച്ചു വെച്ച ആ സസ്പെൻസ് കൂടി പൊട്ടുന്നതോടൊപ്പം ആശാൻ അങ്ങനെ കൂടി ചെയ്താ എന്തായിരിക്കും, ഒന്ന് ചിന്തിച്ചേ എന്ന് പറഞ്ഞത് വളരെ സന്തോഷത്തോടെ വിഷ്ണു കമലന്റെ തോളിൽ കൈവച്ചുകൊണ്ട് കൊള്ളാം കൊള്ളാം, നല്ലതാടാ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴാണ് കമലം പറഞ്ഞത്, ആശാനെ, അതാ ഞാൻ പറഞ്ഞത്, കണ്ടില്ലേ, അപ്പോ ആശാനെ മനസ്സിലായില്ലേ എന്ന് ചോദിച്ചതും വിഷ്ണു കമലിന്റെ തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, എടാ, ഞാൻ കരുതിയിരുന്നത് നിനക്ക് നീ വെറും ഒരു പാഴ് ജന്മമാണെന്നാണ് ഞാൻ കരുതിയിരുന്നത്, വെറും വേസ്റ്റ്. പക്ഷേ ഇപ്പൊ എനിക്ക് തോന്നുന്നു അങ്ങനെയല്ല എന്ന്. എന്തൊക്കെയോ ഒരു ബുദ്ധി നിന്റെ തലയിലുണ്ട് എന്നിങ്ങനെ വിഷ്ണു കമലനെ നോക്കി പറഞ്ഞതും കമലൻ ആശാനെ എന്ന് പറഞ്ഞ് വിഷമത്തോടെ തല ഉലുക്കുമ്പോ കമലിനോട് പറഞ്ഞു, സ്പോട്ടറാ എന്ന് പറഞ്ഞ് വിഷ്ണു കമലിനെ സമാധാനിപ്പിച്ച് നിർത്തുമ്പോഴാണ് അവിടേക്ക് പപ്പിമോളും സത്യയും ഓടിയെത്തിയത്. അല്ല, എത്ര നേരമായി വിഷ്ണു വെച്ചാ ഇതെന്താ പ്രോഗ്രാം തുടങ്ങാത്തത് എന്ന് പപ്പിയും സത്യമോളും കൂടി ചോദിച്ചു. അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു, തുടങ്ങൂടി പപ്പി എന്ന് പറഞ്ഞ് അങ്ങനെ നിന്നതും സത്യ അവിടേക്ക് എത്തിയിട്ട് പറഞ്ഞു, അതെ, ഞാനിവിടെ വന്നിട്ട് ഇത്രയും നേരമായി, എന്നെ കുറിച്ചൊന്നും അന്വേഷിച്ചില്ലോ എന്ന് ചോദിച്ചപ്പോ വിഷ്ണു ചോദിച്ചു, അല്ലടി, നീ എപ്പോഴാ എത്തിയത്, എന്റെ ഫ്രണ്ട് എപ്പോഴാ വന്നത് എന്ന് വിഷ്ണു സത്യയോട് അന്വേഷിച്ചു. അപ്പോഴേക്കും സത്യ പറഞ്ഞു, കണ്ടില്ലേ, ഞാൻ വലിയ ഫ്രണ്ടാന്നൊക്കെയാ പറയുന്നത്, ഈ ബിഗ് ഫ്രണ്ട് എന്റെ കാര്യം ഒന്നും ശ്രദ്ധിക്കുന്നില്ല എന്ന് പപ്പിയോട് പരിഭവം പറഞ്ഞത്. ഉടനെ വിഷ്ണു പറഞ്ഞു, അയ്യോ, എന്നോട് ക്ഷമിക്കണം സ്മോൾ ഫ്രണ്ട്, ഞാനത് ശ്രദ്ധിച്ചില്ല, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞ് വിഷ്ണു സോറി പറഞ്ഞത്. ഉടനെ പപ്പിയോട് വീണ്ടും സത്യ പറഞ്ഞു, കണ്ടില്ലേ, ഞാൻ വന്നത് എപ്പോഴാന്ന് പോലും അറിയില്ല. അപ്പോഴേക്കും പപ്പി പറഞ്ഞു, അതെ, സോറി പറഞ്ഞില്ലേ വിഷ്ണു അച്ഛൻ, സാരമില്ല. അതെ, മാത്രല്ല വിഷ്ണു അച്ഛാ, സത്യ രാവിലെ തന്നെ വന്നതാ, ഡ്രൈവർ അങ്കിളാ കൊണ്ടേ വിട്ടത് എന്ന് പറഞ്ഞു. അത് കേട്ടതും വിഷ്ണു, ഓ സോറി, എനിക്ക് അബദ്ധം പറ്റിയതാ സ്മോൾ ഫ്രണ്ടെ, എനിക്ക് മാപ്പ് തരണം, മാപ്പാക്കണം എന്നൊക്കെ പറഞ്ഞപ്പോ സത്യ ചോദിച്ചു, പപ്പി എന്താ ചെയ്യാ, എന്താ പണിഷ്മെന്റ് കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോ പപ്പി വേഗം സത്യയെ നോക്കിയിട്ട് പറഞ്ഞു, പാവല്ലേ വിഷ്ണു അച്ഛൻ, സോറി പറഞ്ഞില്ലേ, വിട്ടേക്ക് സത്യയെ എന്ന് പപ്പി അറിയിച്ചു. ശരി, പപ്പി പറഞ്ഞത് കൊണ്ട് ഞാൻ തൽക്കാലം വിടുന്നു എന്ന് സത്യ വിഷ്ണുവിനോട് പറഞ്ഞു. അപ്പോഴേക്കും വിഷ്ണു ചോദിച്ചു, അല്ല, എന്താ, നിങ്ങൾ എന്തൊക്കെയോ വലിയ പ്രോഗ്രാമുകളൊക്കെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, എന്ത് പ്രോഗ്രാമാ എന്ന് ചോദിച്ചു. സത്യ പറഞ്ഞു, അതൊക്കെ സീക്രട്ടാ. ഉടനെ സത്യയോട് വിഷ്ണു ചോദിച്ചു, സീക്രട്ട് ആണോ, അപ്പൊ ഈ ഫ്രണ്ടിനോട് പറയില്ലേ എന്ന് ചോദിച്ചപ്പോ സത്യ വേഗം പപ്പിയെ നോക്കുന്നു. പപ്പി പറഞ്ഞു, സാരമില്ല സത്യയെ, പറ, നമ്മുടെ വിഷ്ണുവച്ചയല്ലേ എന്നിങ്ങനെ സത്യയോട് പപ്പി പറഞ്ഞതും സത്യ പറഞ്ഞു, ശരി, പപ്പി പറഞ്ഞെങ്കിൽ ഞാൻ പറയാം. ഞങ്ങൾ രണ്ടുപേരും നടത്താൻ പോകുന്നത് പാട്ടും ഡാൻസും ഒക്കെയാ. ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്, ഒത്തിരി ഉണ്ട് എന്നിങ്ങനെ പറഞ്ഞു.
ഉടനെ വിഷ്ണുവിനോട് സത്യയും പപ്പിയും അവർ നടത്താൻ പോകുന്ന പ്രോഗ്രാമിനെ കുറിച്ച് വിശദമായി അറിയിക്കുന്നു. എല്ലാം കേട്ടതിന് ശേഷം വിഷ്ണു പറഞ്ഞു, കൊള്ളാം കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. അല്ല, ഇത് ആരുടെ ഐഡിയ എന്ന് ചോദിച്ചതും സത്യ പെട്ടെന്ന് പറഞ്ഞു, എന്റെ അമ്മയുടെ ഐഡിയ. അത് കേട്ട ഉടനെ വിഷ്ണുവിന് വലിയ സന്തോഷമായി. ആഹാ, സത്യമോ, എന്റെ ഫ്രണ്ടിന്റെ അമ്മയുടെ ഐഡിയ അല്ലേ? കൊള്ളാം എന്ന് പറഞ്ഞ് വിഷ്ണു അങ്ങനെ തല കുലിച്ചു നിൽക്കുമ്പോ അന്ന് സത്യ ആദ്യമായി സ്കൂളിൽ വന്നതിന് ശേഷം പപ്പിമോളെ രക്ഷപ്പെടുത്തി വീട്ടിൽ കൊണ്ടുവന്നപ്പോ ഡ്രൈവർ വീട്ടിൽ വന്ന് സത്യമോളെ കൂട്ടിക്കൊണ്ടു പോകാൻ ഒരുങ്ങിയ സമയത്ത് ഒരു നന്ദി വാക്ക് പറയാൻ വിഷ്ണു പിന്നാലെ ഓടിയതും അതിനു മുൻപ് വഴിയിൽ തന്റെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി കിടന്നപ്പോ ആ ഡ്രൈവർ തന്നെ വന്ന് തന്നെ സഹായിച്ചതും അന്ന് അദ്ദേഹത്തോട് നന്ദി പറഞ്ഞപ്പോ ഇതിന്റെ നന്ദി എന്നോടല്ലെന്നും മേഡത്തോടാണ് പറയേണ്ടത് എന്നും അദ്ദേഹം വന്ന് പറഞ്ഞതും അങ്ങനെയുള്ള ആ നിമിഷങ്ങളെ കുറിച്ച് വിഷ്ണു ഓർമ്മിച്ചു നിന്നു. അത് ഓർത്തുകൊണ്ട് വിഷ്ണു പറഞ്ഞു, കൊള്ളാം, ഗംഭീരമായിട്ടുണ്ട്, എന്തായാലും കൊള്ളാം എന്ന് വിഷ്ണു പപ്പിയോടും സത്യയോടും അറിയിച്ചു. രണ്ടുപേരും സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് വിഷ്ണു സന്തോഷത്തോടെ മക്കളോട് സംസാരിച്ചങ്ങനെ നിൽക്കുമ്പോ ശാലിനി അവിടെ ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് വന്നുകൊണ്ടേയിരിക്കണം. വല്ലാത്ത ടെൻഷനോടെ ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്, എങ്ങനെ ഈ ഒരു പ്രശ്നത്തെ എങ്ങനെ തരണം ചെയ്യുമെന്നുള്ള തലപുകഞ്ഞ ആലോചനയിലാണ് ശാലിനി. അപ്പോഴേക്കും ശ്യാമ ടെൻഷനോടെ തന്നെ അവിടെ മുമ്പ് നിന്ന സ്ഥലത്ത് തന്നെ ആ പൂളിനരികിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോഴാണ് രോഹിത് അതുവഴി കറങ്ങി അടിച്ചെത്തിയത്. രോഹിത് വന്ന് ചോദിച്ചു, എടോ ശ്യാമേ, താൻ എന്താ ഇവിടെ തന്നെ നിൽക്കുന്നത്? താൻ ഇവിടെ നിന്നെങ്ങും പോകുന്നില്ലേ? എടോ, തന്നോട് ഞാൻ പറഞ്ഞില്ലേ 100 കൂട്ടം കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന്, എനിക്ക് സഹായത്തിന് വേറെ ആരാ ഉള്ളത്? അപ്പോഴേക്കും ശ്യാമയുടെ മുഖം വല്ലാതെ വാടിയിരിക്കുന്നത് കണ്ട് രോഹിത് ചോദിച്ചു, എടോ എന്താടോ തനിക്ക് പറ്റിയത്? പെട്ടെന്ന് രോഹിത് എന്ന് വിളിച്ച് രോഹിത്തിന്റെ കയ്യിലേക്ക് ശ്യാമ കടന്നു പിടിച്ചു. പെട്ടെന്ന് രോഹിത് ചോദിച്ചു, എന്താ പറ്റിയത്? തന്റെ മുഖമാകെ വല്ലാതെ വാടിയിരിക്കുന്നല്ലോ, വല്ലാത്ത ക്ഷീണം പോലെ, എന്ത് പറ്റിയടോ എന്ന് ചോദിച്ചതും ശ്യാമ പറഞ്ഞു, അത് പിന്നെ രോഹിത്, എനിക്ക് വല്ലാത്ത തലവേദന തോന്നുന്നു, അതുകൊണ്ടാ എന്ന് പറഞ്ഞതും രോഹിത് വേഗം ശ്യാമയുടെ നെറ്റിയിലൊക്കെ തൊട്ടു നോക്കി. അല്ല, പനിയൊന്നും ഇല്ലല്ലോടോ എന്ന് രോഹിത് പറഞ്ഞു. അപ്പോഴേക്കും ശ്യാമ മനസ്സിൽ പറഞ്ഞു, അതല്ല രോഹിത്, എനിക്ക് രോഹിത്തിനെയും നമ്മുടെ പപ്പിമോളെയും, രോഹിത്തിന്റെ ഈ സ്നേഹവും നമ്മുടെ പപ്പിമോളെയും വിട്ടു പോകാൻ എനിക്ക് കഴിയില്ല. നിങ്ങൾ ഇത് നഷ്ടമാകുമോ എന്നുള്ള ടെൻഷനാണ് എന്റെ മനസ്സ് നിറയെ എന്ന് പറഞ്ഞതും വിഷ്ണു പറഞ്ഞു. പെട്ടെന്ന് രോഹിത് പറഞ്ഞു, വാ ശ്യാമേ, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് ശ്യാമയെ കൂട്ടിക്കൊണ്ട് പോകാൻ ഒരുങ്ങിയതും രോഹിത്തിനോട് ശ്യാമ പറഞ്ഞു, അത് വേണ്ട, ഇന്ന് നല്ലൊരു ദിവസമായിട്ട് ഇങ്ങനെ ഒരു ചടങ്ങ് നടക്കുമ്പോ ഹോസ്പിറ്റലൊന്നും പോകണ്ട എന്ന് ശ്യാമ അറിയിച്ചു. അപ്പോഴേക്കും രോഹിത് പറഞ്ഞു, എന്നാ ശരി, താനേ അവിടെ റൂമിൽ പോയി റെസ്റ്റ് എടുക്കുക, ഞാൻ മേഡിനോട് പറയാം എന്ന് പറഞ്ഞപ്പോ ശ്യാമയ്ക്ക് വല്ലാത്ത ടെൻഷനായി. ദൈവമേ, ഞാൻ ഇവിടെ നിന്ന് ഇപ്പൊ മാറിക്കഴിഞ്ഞാൽ കുഞ്ഞേച്ചി എങ്ങാനും വന്നാൽ എന്ത് സംഭവിക്കുക? എനിക്കിവിടെ നിന്ന് മാറാനും കഴിയില്ല രോഹിത് എന്നല്ല മനസ്സിൽ ആശങ്കപ്പെട്ടുകൊണ്ട് ശ്യാമ എങ്ങനെ നിന്നു. അപ്പോഴാണ് രോഹിത്തിനെ അന്വേഷിച്ച് അവിടേക്ക് പിള്ളച്ചേട്ടൻ എത്തുന്നത്. ശ്യാമ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിരുന്നതും രോഹിത് പെട്ടെന്ന് ശ്യാമയെ വിളിച്ചു, എടോ ശ്യാമേ എന്ന് വിളിച്ചതും ശ്യാമ ഞെട്ടലോടെ നോക്കി. ഉടനെ രോഹിത് ചോദിച്ചു, എടോ എന്താടോ പറ്റിയത് എന്നിങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കുമ്പോ അതേ രോഹിത് മോനെ എന്ന് പറഞ്ഞ് പിള്ളച്ചേട്ടൻ അരികിലേക്ക് ഓടിയെത്തുന്നു. പിള്ളച്ചൻ അരികിലേക്ക് വന്നിട്ട് രോഹിത്തിനോട് പറഞ്ഞു, അതെ രോഹിത് മോനെ, ആ മൈക്ക് സെറ്റിന്റെ ആളുകൾ എവിടെയാണ്? മൈക്ക് വർക്കാവുന്നില്ലെന്ന് സത്യാമ്മ പറഞ്ഞു. സത്യാമ്മയാ പറഞ്ഞത് രോഹിത് കുഞ്ഞിനെ വിളിക്കാൻ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ശ്യാമ വേഗം രോഹിത്തിനോട് പറഞ്ഞു, രോഹിത്, എനിക്ക് കുഴപ്പമൊന്നുമില്ല, രോഹിത് അങ്ങോട്ട് ചെല്ല്, ഞാനിവിടെ നിന്നോളാം, പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. വീണ്ടും രോഹിത് ശ്യാമയെ നോക്കിയിട്ട് പറഞ്ഞു, വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് വീണ്ടും ചോദിച്ചിട്ടും ഇല്ല രോഹിത് പൊയ്ക്കോ എന്നറിയിച്ചു. അപ്പോഴേക്കും തിരിച്ചു പോകാൻ തുടങ്ങിയ പിള്ളച്ചേട്ടൻ രോഹിത് മോനെ വാ എന്ന് പറഞ്ഞ് വീണ്ടും വിളിച്ചിട്ടും ഇതാ വരുന്ന പിള്ളച്ചേട്ടാ എന്ന് പറഞ്ഞ് രോഹിത് വീണ്ടും ഒന്നുകൂടി ശ്യാമയോട് പറഞ്ഞു, അതെ എന്തേലും കുഴപ്പമുണ്ടേ പറയണേട്ടോ എന്ന് പറയുന്നു. ശരിയെന്ന് ശ്യാമ തല കുലുക്കിയതും രോഹിത് പിള്ളച്ചേട്ടന്റെ അരികിലേക്ക് ചെന്നു. വാ പിള്ളച്ചേട്ടാ എന്ന് പറഞ്ഞ് രോഹിത് പിള്ളേച്ചനെയും വിളിച്ചുകൊണ്ട് പോകുമ്പോ ശ്യാമ ടെൻഷനോടെ നിൽക്കുകയാണ്. കുഞ്ഞേച്ചി വന്നാൽ എന്താ ഇനി സംഭവിക്കുക എന്നോർത്ത് ആകെ ടെൻഷൻ അടിച്ചങ്ങനെ ശ്യാമ നോക്കി നിൽക്കുമ്പോ വിഷ്ണു ആ 2 കുഞ്ഞുങ്ങളോടും കളിതമാശകളൊക്കെ പറഞ്ഞ് മക്കളെ കളിപ്പിച്ചും ചിരിപ്പിച്ചും വിഷ്ണു വലിയ സന്തോഷത്തിലിരുന്നു. അപ്പോഴാണ് പപ്പിമോൾക്ക് സംശയം തോന്നിയത്. വിഷ്ണുവച്ചൻ എന്താ ഇന്ന് ഇത്ര സന്തോഷം എന്ന് പപ്പി അരികിലേക്ക് വന്ന് വിഷ്ണുവോട് ചോദിച്ചു. ആര് പറഞ്ഞിടി എനിക്ക് എത്ര സന്തോഷമാണെന്ന്? നിനക്ക് വെറുതെ തോന്നിയതാ എന്ന് വിഷ്ണു വെറുതെ പപ്പിമോളെ കളിപ്പിക്കാനായി അറിയിച്ചു. അപ്പോഴേക്കും പപ്പിമോള് പറഞ്ഞു, അല്ല വിഷ്ണുവച്ചന് ഇന്ന് ഒത്തിരി സന്തോഷം ഉണ്ടല്ലോ എന്ന് വീണ്ടും പപ്പി പറഞ്ഞത്. ആ സമയത്ത് കമലിനരികിലേക്ക് എത്തി. വേഗം തന്നെ പപ്പിമോള് വിഷ്ണുവിന്റെ ആ ഇടത് കൈ എടുത്ത് തന്റെ തലയിൽ വെപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇനി പറ, ഇത്രയും സന്തോഷം ഇല്ല എന്ന് പറഞ്ഞു. വിഷ്ണു ആകെ പ്രശ്നത്തിലായി. വിഷ്ണു ആകെ സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ട് പറ വിഷ്ണു വെച്ച എന്ന് പപ്പി നിർബന്ധിച്ചു.
ഉടനെ വിഷ്ണു പതിയെ കൈ താഴ്ത്തിയിട്ട് പറഞ്ഞു, ഓ എന്ത് പറഞ്ഞാലും ഉണ്ടൊരു സത്യം ചെയ്യല് എന്ന് പറഞ്ഞപ്പോ പപ്പിമോളുടെ സപ്പോർട്ടിനായി സത്യ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, പറ, അല്ലെങ്കിൽ കള്ളം പറയരുത് എന്ന് പറഞ്ഞു. ഉടനെ വിഷ്ണു ചോദിച്ചു, എന്താ കള്ളമാണോ പറയേണ്ടത് എന്ന് ചോദിച്ചതും, അല്ല, സത്യം പറഞ്ഞാൽ മതി, സത്യമേ പറയാവൂ എന്ന് സത്യമോൾ അറിയിച്ചു. ഉടനെ തന്നെ വിഷ്ണു ആകെ പെട്ട അവസ്ഥയിൽ അങ്ങനെ നിൽക്കുമ്പോ കമലൻ ചിരിച്ചുകൊണ്ട് അങ്ങനെ നിന്നു. ഉടനെ തന്നെ വിഷ്ണു ആ രണ്ടു മക്കളോടും എന്ത് പറയുന്നോർത്ത് സങ്കടപ്പെട്ട് അങ്ങനെ നിന്നത്. ഉടനെ സത്യ പറഞ്ഞു, അതെ പപ്പി പറഞ്ഞിട്ടല്ലേ നമ്മുടെ സീക്രട്ട് ഈ ഫ്രണ്ടിനോട് പറഞ്ഞത്, ബിഗ് ഫ്രണ്ട്, എന്നിട്ട് നമ്മളോട് ഇപ്പൊ സീക്രട്ട് പറയുന്നില്ലല്ലോ എന്ന് പറഞ്ഞത്. വിഷ്ണു പറഞ്ഞു, അതെ, സീക്രട്ട് ആയതുകൊണ്ടാടി. അപ്പോഴേക്കും സത്യ പറഞ്ഞു, ശരിയാ, നമുക്ക് പോകാം, ബിഗ് ഫ്രണ്ട് നമ്മളോട് പറയുന്നില്ലല്ലോ എന്ന് പറഞ്ഞതും സത്യയോട് പപ്പിയും പറഞ്ഞു, ശരി വിഷ്ണു അച്ഛൻ പറയണ്ട, ഞങ്ങൾ പോവാ എന്ന് പറഞ്ഞ് മക്കൾ രണ്ടുപേരും പിണങ്ങി പോകാൻ തുടങ്ങുന്നു. അപ്പോഴേക്കും വിഷ്ണു രണ്ടുപേരെയും പിടിച്ചു നിർത്തി, വേണ്ട വേണ്ട, ഞാൻ പറയാം നിങ്ങൾ പോകണ്ട എന്ന് പറഞ്ഞ് മക്കളെ രണ്ടുപേരെയും രണ്ട് കൈകളിലായി ചേർത്ത് പിടിച്ചു നിർത്തി. എന്നിട്ട് പറഞ്ഞു, അതെ ഞാൻ പറയാം, പക്ഷെ ഒരു കാര്യം, ഇത് ആരോടും നിങ്ങൾ പറയരുത്, പറയുവോ എന്ന് ചോദിച്ചതും ഇല്ല എന്ന് അവർ രണ്ടുപേരും പറഞ്ഞു. ഉടനെ വിഷ്ണു പറഞ്ഞു, അതെ ഇന്ന് പപ്പിയുടെ ചേച്ചിയമ്മ വരാൻ പോകുന്നു എന്ന് പറഞ്ഞ് വിഷ്ണു വലിയൊരു ചിരിയോടെ അങ്ങനെ തന്റെ സന്തോഷം മക്കളോട് അറിയിച്ചു. അതാണ് ഈ സന്തോഷം എന്ന് വിഷ്ണു പറഞ്ഞത് കേട്ട് മക്കൾക്ക് രണ്ടുപേർക്കും വലിയ സന്തോഷമായി. കമലനും ആ സന്തോഷത്തിൽ പങ്കുചേർന്ന് പുഞ്ചിരിച്ചങ്ങനെ നിൽക്കുമ്പോൾ സത്യാണോ എന്ന് വീണ്ടും പപ്പി ചോദിച്ചു. സത്യടി എന്ന് പറഞ്ഞ് വിഷ്ണു പപ്പിമോളുടെ കയ്യിലടിച്ച് സത്യം ചെയ്തു പറഞ്ഞു. അത് കേട്ട ഉടനെ പപ്പിക്കും വലിയ സന്തോഷമായി. പപ്പി സത്യയെ നോക്കിയിട്ട് പറഞ്ഞു, സത്യയെ കണ്ടോ, എന്റെ ചേച്ചിയമ്മ വരാൻ പോകുന്നു. അത് കേട്ട ഉടനെ സത്യക്കും വലിയ സന്തോഷമായി. സത്യയോടപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു, അല്ല, പപ്പിയുടെ ചേച്ചിയമ്മയെ കൊണ്ടുവരാനായിട്ട് സത്യയും കുറെ പാടുപെട്ടതല്ലേ, അതുകൊണ്ട് ദാ ഇന്ന് തന്നെ വരാൻ പോവാ എന്ന് പറഞ്ഞപ്പോ ഉടനെ സത്യ ചോദിച്ചു, എവിടുന്നാ വരുന്നത് എന്ന് ചോദിച്ചതും, ചേച്ചിയമ്മ എവിടുന്നാ വരുന്നേ എന്നായി സത്യയുടെ ചോദ്യം. അതൊക്കെ വന്നിട്ട് പറയാമെന്ന് വിഷ്ണു പറഞ്ഞതും പപ്പി ചോദിച്ചു, അപ്പൊ എന്നാ വരുന്നത് എന്ന് ചോദിച്ചപ്പോ, എടി ഇന്നടി വരുന്നത് എന്ന് വിഷ്ണു പപ്പിയോട് അറിയിച്ചു. രണ്ടുപേരും വിഷ്ണു പറഞ്ഞ കാര്യം കേട്ട് അങ്ങനെ സന്തോഷത്തോടെ നിൽക്കുമ്പോ വിഷ്ണു രണ്ടു മക്കളെയും തന്റെ ഇരു കൈകളിലായി ചേർത്ത് പിടിച്ചിട്ട് വിഷ്ണു നേരെ നോക്കി പറഞ്ഞു, ശേഷം സ്ക്രീനിൽ